ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ അതുപോലെ തന്നെ ചപ്പാത്തിക്ക് എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു തക്കാളി ചട്നിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മുടെ ഈ തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുകെല്ലാം നന്നായിട്ട് തന്നെ പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് അതുപോലെ ഒരു 2 നുള്ളളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയതായതുകൊണ്ടാണ് 10 എണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഒരു 12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2ആക്കി കട്ട് ചെയ്തതാണ്. അതും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് സമയത്തൊന്നും വഴറ്റി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തേക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 30 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തേക്കണം. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി യോജിപ്പിച്ചേക്കണം. അപ്പോൾ നമ്മുടെ പൊടികളിലെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തേക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തീയെല്ലാം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയിൽ നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തക്കാളി തയ്യാറാക്കി എടുക്കാനെങ്കിലേ തക്കാളി ചട്നി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ തക്കാളിയിൽ പുളിയെല്ലാം ഒന്നും ബാലൻസ് ആവാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിനി ഒരുപാട് സമയത്ത് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുക്കുക. തണുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്കിനി വെള്ളം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. താങ്ക്